അശ്വതി നാളിന് ഈ വർഷം എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ നോക്കുമ്പോൾ, കുംഭരാശിയിൽ ശനിയും മീനം രാശിയിൽ രാഹുവും ഇടവത്തിൽ വ്യാഴവും നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. 2ാം ഭാവത്തിൽ വ്യാഴവും 12ാം ഭാവത്തിൽ രാഹുവും 11ൽ ശനിയുമാണ് അശ്വതിക്കാർക്കിപ്പോഴും ഉള്ളത്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ വർഷം. അശ്വതി നാളുകാരെ സംബന്ധിച്ച് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ കുറേ അധികം യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. വിദേശ രാജ്യങ്ങളിൽ തൊഴിലിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് സന്ദർഭമുണ്ടാകും. അന്യദേശങ്ങളിൽ IT മേഖലയിലും മറ്റ് ബിസിനസ് മേഖലയിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല വിധത്തിലുമുള്ള പുരോഗതി കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബപരമായ സാഹചര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും. മനസ്സിന് സന്തോഷമുണ്ടാകുന്ന അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുമുണ്ട്. കലാരംഗത്ത് വിവിധ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രശസ്തി, സാമ്പത്തികമായ വലിയ പുരോഗതി, ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അശ്വതി നാളുകാർക്ക് 12ലെ രാഹു അത്ര നല്ലതല്ല. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം. അപ്രതീക്ഷിതമായ ചില ബുദ്ധിമുട്ടുകൾ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ കാര്യങ്ങൾ സൂര്യരാശി ചിന്തയിലൂടെ വ്യക്തിപരമായി മനസ്സിലാക്കി ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം.